വുളൂഇന്റെ പൂർണ്ണമായ രൂപം ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കണം. ആദ്യം വുളൂഇന്റെ ഫർളുകൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തുടക്കം മുതൽ അതിന്റെ സുന്നത്തുകൾ ഉൾപ്പെടെയുള്ള രൂപം നമുക്ക് മനസ്സിലാക്കാം. വുളൂഇന്റെ ഫർളുകൾ 6 എണ്ണമാണ്. ഫർളുകൾ എന്ന് പറഞ്ഞാൽ ഏതൊരു അമലിന്റെയും സഹീഹാകണമെങ്കിൽ ഫർളുകൾ ചെയ്യണം. ഫർളുകളിൽ നിന്ന് ഏതെങ്കിലും ഉപേക്ഷിച്ചാൽ ആ അമല് സഹീഹാവുകയില്ല, ശരിയാവുകയില്ല. എന്നാൽ അമല് പൂർണ്ണമാകണമെങ്കിൽ സുന്നത്തുകൾ കൂടി ഉണ്ടാകണം. ഇപ്പൊ വുളൂഇന്റെ ഫർള് എന്ന് പറയുമ്പോൾ 6 ഫർള് കൊണ്ട് ഉദ്ദേശം ആ 6 ഫർള് ഒരാൾ ചെയ്താൽ വുളൂ ശരിയായി. എന്നാൽ വുളൂ പൂർണ്ണമായി വുളൂഇന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആ ഫർളുകളോടൊപ്പം സുന്നത്തുകൾ കൂടി നിർവഹിക്കണം. ഇതാണ് ഫർളും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം. വുളൂഇന്റെ ഫർളുകൾ 6 ഒന്നാമത്തത് നിയ്യത്ത്. ഏതൊരു അമലിന്റെയും ആദ്യത്തെ ഫർള് നിയ്യത്താണ്. നമ്മള് നോമ്പിനായാലും 2 ഫർള്, ഒന്ന് നിയ്യത്താണ്. നിസ്കാരത്തിലായാലും ആദ്യത്തത് നിയ്യത്താണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും പരിഗണിക്കപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണ്. കാരണം ഇപ്പൊ നമ്മൾ മുഖം കഴുകുന്നത് വുളു എടുക്കുമ്പോൾ മാത്രമല്ല. രാവിലെ എഴുന്നേറ്റൊരാള് ഉറക്കച്ചവടില് മുഖത്ത് ക്ഷീണം ഉണ്ടെങ്കിൽ മുഖം കഴുകും. അതുപോലെ തന്നെ കൈ വൃത്തികേടായാൽ കൈ കഴുകും. കാല് കഴുകാറുണ്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ. ഇതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഇബാദത്താകണമെങ്കിൽ, ഈ മുഖം കഴുകലും കൈ കഴുകലും കാല് കഴുകലൊക്കെ വുളു എന്ന ഇബാദത്താകണമെങ്കിൽ അവിടെ എന്ത് നിർബന്ധമാണ്? നിയ്യത്ത് നിർബന്ധമാണ്. അതാണ്. അപ്പൊ ഏതൊരു കാര്യത്തിനും അതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ നിയ്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരാൾ വെള്ളിയാഴ്ച കുളിച്ചു. വെള്ളിയാഴ്ചത്തെ കുളി സുന്നത്താണ്. ജുമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരാൾ കുളിച്ചു, നല്ല നിലയിൽ ഒരുപാട് വെള്ളം ഉപയോഗിച്ച് കുളിച്ചു, നല്ല സോപ്പ് ഉപയോഗിച്ച് തേച്ച് വൃത്തിയാക്കി അഴുക്കെല്ലാം കളഞ്ഞു നല്ല സുന്ദരനായ നിലയിൽ കുളിച്ചു. പക്ഷെ നിയ്യത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് ജുമയുടെ സുന്നത്ത് കുളിയുടെ പ്രതിഫലം ലഭിക്കൂല. അവിടെ നിയ്യത്ത് നിർബന്ധമാണ്. ഇതുപോലെ വുളൂഇന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. വുളൂഇന്റെ ഫർളിനെ ഞാൻ വീടുന്നു എന്ന് കരുതാം. അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടി ഞാൻ വുളൂ ചെയ്യുന്നു എന്ന് കരുതാം. അത് ഇന്നലെ നമ്മൾ പറഞ്ഞ നിത്യാശുദ്ധിക്കാരനായ ആളിന് ആ നിയ്യത്ത് പറ്റൂല. കാരണം നിത്യശുദ്ധിക്കാരൻ വുളൂ എടുത്താലും അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നില്ല. അപ്പൊ അവർക്ക് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളൂ ചെയ്യുന്നു, അല്ലെങ്കിൽ വുളൂവിന്റെ ഫർളിനെ ഞാൻ വീടുന്നു. ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും നമുക്ക് കരുതാം. സാധാരണ നമ്മൾ കരുതുന്നതാ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളൂ ചെയ്യുന്നതാണ്, അല്ലെ? ചിലര് വുളൂവിന്റെ ഫർളിനെ വീടുന്നു എന്ന്, ചിലര് അശുദ്ധി നിന്ന് ശുദ്ധി, അങ്ങനെ ഏതെങ്കിലും ഒന്ന് കരുതിയാൽ മതി. ഇതാണ് നിർബന്ധം. ഇത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വുളൂ എത്ര നല്ല നിലയിൽ ചെയ്താലും പറ്റൂല. ഇതെങ്ങനെ ചെയ്യണം? സാധാരണ നമ്മൾ വുളൂ എടുക്കലായാലും നിസ്കരിക്കലായാലും സ്ഥിരമായി ചെയ്തു വരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് അങ്ങ് നടക്കലാണ് പതിവ്, അല്ലേ? പക്ഷെ നിയ്യത്ത് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. നിയ്യത്ത് എവിടെയാണ്? നാവിലല്ല, നിയ്യത്ത് ഖൽബിലാണ് ഉണ്ടാവേണ്ടത്. ഒരാൾ നാവ് കൊണ്ട് ഞാൻ വുളൂവിന്റെ ഫർളിനെ വീടുന്നു കരുതി, പക്ഷെ അതിന്റെ മനസ്സറിഞ്ഞിട്ടില്ല, അത് എന്താവൂല, വുളൂ ശരിയാവൂല. കാരണം എന്താ? കരുതലുണ്ടാകേണ്ടത്, നിയ്യത്തുണ്ടാകേണ്ടത് ഖൽബിലാണ്. അപ്പോ വുളൂ ചെയ്യുന്നു എന്നുള്ള കൃത്യമായ ബോധവും കൃത്യമായ ഓർമ്മയുണ്ടാകണം. അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഖൽബ് കൊണ്ട് നിയ്യത്ത് ചെയ്യണം. അത് നാവ് കൊണ്ട് പറയല് സുന്നത്താണ്. നാവ് കൊണ്ട് പറയല് നിർബന്ധമില്ല. ഒരാള് നിയ്യത്ത് നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഏത് നിയ്യത്തായാലും ശരി. നമ്മളിപ്പം റമദാനിന്റെ നിയ്യത്ത് തറാവീഹിന്റെ മുമ്പ് നമ്മൾ നിയ്യത്ത് ചെയ്യാറുണ്ടല്ലോ. ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട്, തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട് കേട്ടൊരാളങ്ങോട്ട് പറഞ്ഞിരുന്നാലോ, ഖൽബിൽ തട്ടിയില്ലെങ്കിലോ എന്താവൂല? നിയ്യത്താവൂല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിയ്യത്ത് നാവിലല്ല, നിയ്യത്ത് ഉണ്ടാകേണ്ടത് ഖൽബിലാണ്. നിയ്യത്ത് ഖൽബിലാണ്. പിന്നെ ഉസ്താദ് പറഞ്ഞിരുന്നത് നമ്മളെല്ലാം നിയ്യത്ത് കൃത്യമായിട്ട് വെക്കാൻ വേണ്ടി, ഓർമ്മയോടുകൂടി നിയ്യത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആരും നിയ്യത്ത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം നിയ്യത്ത് വിട്ടുപോയാൽ നോമ്പില്ല, നോമ്പുണ്ടാവൂല,
അല്ലെ? ഒരാൾ ഒരു ദിവസത്തെ നിയ്യത്ത് മറന്നുപോയാൽ ആ ദിവസം റമദാൻ ആയതുകൊണ്ട് നോമ്പുകാരനെ പോലെ അവൻ നിൽക്കണം, ഭക്ഷണമൊന്നും കഴിക്കാനും പാടില്ല. എന്നാൽ ആ നോമ്പ് പിന്നീട് അവൻ ഖളാ വീട്ടുകയും വേണം. അത് നിയ്യത്തിന്റെ പ്രാധാന്യമാണ് അവിടെ. ഇതുപോലെ ഉളു എടുക്കുമ്പോൾ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാകണം, ഞാൻ ഉളു എടുക്കുകയാണ്. അതുപോലെ ഖൽബ് അറിഞ്ഞുകൊണ്ട് തന്നെ നിയ്യത്തും ചെയ്യണം. എത്ര ഉളു എടുത്താലും ശരി. അത് പിന്നെ നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്. ഉളുവിന്റെ ഫർദിനെ ഞാൻ വിടുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഉളു ചെയ്യുന്നു. അങ്ങനെ അല്ലാഹു തആല സഹിഹായ നിലയിൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത് മുഖം കഴുകലാണ് ഫർള്. ഈ നിയ്യത്തും മുഖം കഴുകലും വളരെ ചേർന്ന് വരണം. എല്ലാത്തിലും അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ നിസ്കാരത്തിന്റെ ഫർള് പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ നിസ്കാരത്തെ കുറിച്ച് നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാം ചേർന്ന് വരണമെന്ന് പറയും. ഇതുപോലെ ഇവിടെയും വുളു ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ വെള്ളം കൈക്കുമ്പിളിൽ പിടിച്ചതിന് ശേഷം മുഖത്തിനോട് അടുപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കഴുകാൻ തുടങ്ങാൻ ആരംഭിക്കുമ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഇന്ദ അവ്വലി ഗസ്ലി ജുസ്ഇൻ മിനൽ വജ്ഹി എന്നാണ് കിതാബ് പറയുന്നത്. മുഖത്തിന്റെ ഒരു ഭാഗം കഴുകാൻ തുടങ്ങുമ്പോൾ നിയ്യത്ത് ചെയ്യണം. അതാ. അപ്പൊ അതിന് മുമ്പായാലും ശരിയാവൂല. ആ നീയത്തും ഇതും കൂടി അത്രയും അടുത്തിരിക്കണം. നീയത്ത് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കാര്യം ചെയ്തിട്ട് പിന്നെ മുഖം കഴുകിയാലും പോരാ. മുഖം കഴുകാൻ വെള്ളം കൊണ്ടുവന്ന് മുഖത്തിലേക്ക് ചേർക്കുമ്പോൾ വുളുവിന്റെ ഫർദിനെ ഞാൻ വിടുന്നു എന്ന് നീയത്ത് ചെയ്യണം. അതുപോലെ മുഖം കഴുകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഇന്നും ഇപ്പൊ ലൊഹറിന് സുബൈക്ക് ഉളൂ ചെയ്തു, ലൊഹറിന് ഉളൂ ചെയ്തു, അസറിന് ഉളൂ ചെയ്തു, അല്ലെ? എപ്പോഴും നടക്കുന്ന കാര്യമായതുകൊണ്ട് എല്ലാവർക്കും ഇത് ചിലപ്പം നിസ്സാരമായിട്ട് ആകാം. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും തുടങ്ങി വെച്ചൊരു തെറ്റ് അത് സ്ഥിരമായി നിത്യം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത് തിരുത്താൻ പിന്നെ പാടാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഗുണമാണ്. ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴായിരിക്കും അറിയുന്ന പഠിച്ചവന് ഇങ്ങനെയാണോ എന്നുള്ളത്. നമ്മളെല്ലാവരും പഠിച്ചവരാണ്, എല്ലാവരും നല്ലതൊരു പ്രാക്ടിക്കലായിട്ട് വുളു ചെയ്തവരാണ്. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വുളു ചെയ്യുമ്പോൾ ഈ നിയ്യത്ത് ചെയ്യുന്നത് തന്നെ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ ആകണം. ആ പോയിന്റ് കറക്റ്റ് ആയിരിക്കണം. ഇനി ഒരാള് മുഖം വെള്ളം കൊണ്ടുപോയി മുഖം കഴുകി വെള്ളം പകുതി എത്തിയതിന് ശേഷമാണ് നിയ്യത്ത് ചെയ്തെങ്കിലോ ആ മുഖം പകുതി കഴുകിയതായിട്ടേ കൂട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും രണ്ടാമത് പൂർണ്ണമായിട്ട് നിയ്യത്തോടുകൂടി മുഖം കഴുകണം. അപ്പോ വുളു ചെയ്യാൻ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ ആ നിയ്യത്ത് വരണം. നിയ്യത്ത് പറഞ്ഞാൽ സെക്കൻഡ് മൈക്രോ സെക്കൻഡ് മതിയല്ലോ, അല്ലെ? വുളുവിന്റെ ഫർദിനെ വിടുന്നതിന് കരുതാൻ. അപ്പൊ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ ആ നിയ്യത്ത് ഉണ്ടാകണം. രണ്ട്, മുഖത്തിന്റെ പരിധി. മുഖമെന്ന് പറയുമ്പോൾ നീളത്തിൽ നെറ്റിയിൽ നിന്ന് മുടി മുളയ്ക്കുന്ന ഭാഗം മുതൽ താടിയെല്ലുകൾ കൂടിച്ചേരുന്ന സ്ഥലം വരെയാണ്. വീതിയിൽ ഒരു ചെവി മുതൽ മറുചെവി വരെയുമാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? അപ്പൊ ഇങ്ങനെ റൗണ്ടിന് വരുമ്പോഴേക്കും മുടി മുളയ്ക്കുന്ന ഭാഗം മുതൽ ചെവിയുടെ ഭാഗം മുതൽ ഇങ്ങനെ റൗണ്ടിന് വരണം. നമ്മൾ ചിലപ്പോൾ വുളു ചെയ്യുന്ന സമയത്ത് ഈ ഭാഗങ്ങളിൽ പലതും നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ഒഴിവായി പോകാം. സഹിയാവോ? ഇല്ല. ഈ ചെവിക്കൊണ്ട് ഇവിടെ നനഞ്ഞിരിക്കണം, താടിയുടെ ഈ താഴ്ഭാഗം നനഞ്ഞിരിക്കണം, നെറ്റിയുടെ ഭാഗവും മുഴുവനും നനഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ആയിരിക്കണം. അപ്പോ വെള്ളം ഇങ്ങനെ സാധാരണ നമ്മൾ വെള്ളം മുഖത്ത് കോരി ഇങ്ങനെ അടിക്കുന്നത് കണ്ണിന്റെ ഭാഗത്തേക്കാണ്, അല്ലെ? കണ്ണിന്റെ ഭാഗത്ത് വെള്ളം ഇങ്ങനെ അടിക്കുമ്പോഴേക്കും എന്താ പ്രശ്നം? നമ്മള് വിരലുകൾ എത്തുന്നത് കൂടി പോയാല് ഈ കണ്ണിന്റെ എത്രയും ഭാഗം എത്തും. ഇവിടെ നനയില്ല, നെറ്റി നനയില്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ നനയില്ല. അപ്പൊ നെറ്റിയും കൂടെ നനയണമെങ്കിൽ മുടി കുറച്ച് നനയണം. നല്ല മുടിയുള്ളവര്, കഷണ്ണിയാണെങ്കിൽ കുഴപ്പമില്ല. നല്ല മുടിയുള്ളവരാണെങ്കിൽ നെറ്റി പൂർണ്ണമായെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ പരിസരമൊക്കെ നല്ല നിലയിൽ നനഞ്ഞിരിക്കണം. ഇന്ന് നമ്മൾ പറഞ്ഞു വെള്ളം ഒലിപ്പിക്കണം അവയവത്തിൽ. അപ്പൊ മുഖത്തിന്റെ മുകൾ ഭാഗം നനഞ്ഞില്ല എങ്കിൽ പിന്നീട് ഇവിടെ ഉള്ള വെള്ളം എന്ത് ചെയ്താൽ പോരാ, മുകളിലേക്ക് കയറ്റി തുടച്ചാ പോരാ, ഒന്നും ശരിയാവൂല. വെള്ളം ഒലിപ്പിക്കണമെന്നാണ്. ഒഴുക്കുമ്പോഴേക്കും ഇവിടെ മുതലേ നെറ്റിയുടെ മുടി മുളയ്ക്കുന്ന ഭാഗം മുതലേ വെള്ളം ഒഴുകി വരണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാരണം നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് പലപ്പോഴും അശ്രദ്ധ കൊണ്ടൊക്കെ വരും. നമ്മൾ ഇവിടെ തന്നെയും പലരും കാണാറുണ്ട്, കാല് വുളു ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കാലിന്റെ പിറകു ഭാഗം നനഞ്ഞിട്ടുണ്ടാവൂല, അല്ലെ? എല്ലാവരോടും ഇതങ്ങോട്ട് പറഞ്ഞ് തിരുത്താനും പറ്റൂല. ചിലർക്ക് എന്ത് ചെയ്യില്ല, ഇഷ്ടപ്പെടൂല. ഞാൻ ഇത്രയും വർഷമായിട്ട് വുളു ചെയ്യണം ഉസ്താദ്, പിന്നെ ഇപ്പോഴാണ്, അല്ലെ?
പലരും സുജൂദ് ചെയ്യുമ്പോഴേക്കും ഇപ്പോഴേ പറയാലോ, ഇനി നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ സൂചിപ്പിക്കും, ഇപ്പോഴും ഞാൻ അഡ്വാൻസ് പറയാണ്, പലരും അങ്ങനെ ഉള്ളത് കൊണ്ട് പറയാണ്. നമ്മൾ ഈ സുജൂദ് ചെയ്യുമ്പോൾ കാൽപാദങ്ങളുടെ വിരലുകൾ എല്ലാം തറയിൽ പതിയണമെന്നാണ്. സുജൂദ് ചെയ്യുമ്പോൾ കാൽപാദത്തിന്റെ വിരലുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ, കാൽപാദത്തിന്റെ വിരൽ ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല, കുത്തി നിർത്തണം, വിരലുകളെ കുത്തി നിർത്തണം. അത് ഒന്നാമത്തെ സുജൂദിലും കുത്തി നിർത്തണം, രണ്ടാമത്തെ സുജൂദിലും കുത്തി നിർത്തണം. ചിലര് ഒന്നാമത്തെ സുജൂദിൽ നൃത്തത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് കുത്തി നിർത്തും, അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ രണ്ടാമത് സുജൂദ് ചെയ്യുമ്പോൾ അത് കുത്തി നിർത്താൻ മറന്നുപോകും, സുജൂദ് ശരിയാവൂല, സുജൂദ് ശരിയാവില്ല. കാൽപാദങ്ങളുടെ വിരല്, രണ്ട് കാൽമുട്ട്, രണ്ട് കൈ, നെറ്റി, ഇത്രയും ഭാഗം 7 അവയവങ്ങൾ സുജൂദിൽ വെച്ചാലേ സുജൂദ് ശരിയാവുള്ളൂ. അപ്പൊ ഇതുപോലെ ഒരുപാട് അശ്രദ്ധമായ കാര്യങ്ങളുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാം അങ്ങനെ തന്നെ നമ്മൾ ചിലപ്പോൾ അറിയാതെ ചെയ്തു പോയത് കാര്യങ്ങൾ അല്ലെ. ഒന്നും കൂടി സൂചിപ്പിക്കും, നമ്മളെ പള്ളി ചെറുത് പള്ളിയാണ്, അതുപോലെ ഈ AC ആയതുകൊണ്ട് വളരെ സൈലന്റുമാണ്. അപ്പൊ ഇപ്പൊ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരം ഏതെങ്കിലുമൊക്കെ വഖ്ത് നിസ്കാരത്തിന് മുമ്പ് ശേഷമൊക്കെ അകത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാൻ തോന്നും, സ്വാഭാവികമാണ്. എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും. പക്ഷെ ചെറുതായിട്ട് സംസാരിച്ചാൽ പോലും ഇത്രയും നിശബ്ദമായതുകൊണ്ട്, സൈലന്റ് ആയതുകൊണ്ട് നിസ്കരിക്കുന്നവരത് കേൾക്കും. നിങ്ങൾ സംസാരിക്കുന്ന കാര്യം നിസ്കരിക്കുന്നവർ കേൾക്കും. അപ്പൊ എന്തായി? നിസ്കാരക്കാരനെ ബുദ്ധിമുട്ടിക്കലായി. നിങ്ങൾ സംസാരിക്കുന്ന ഏതെങ്കിലും ദുനിയാവിന്റെ കാര്യമായിരിക്കും എന്നല്ല, ദീനിന്റെ കാര്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കരിക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, കേൾപ്പിക്കാൻ പാടില്ല. എന്നല്ല, ഖുർആൻ പോലും ഓതാൻ പാടില്ല. അങ്ങനല്ലേ? നിസ്കരിക്കുന്നവരുടെ മുന്നിൽ വെച്ച് ഉറക്കെ ഖുർആൻ പോലും ഓതാൻ പാടില്ല. കാരണം അവരുടെ നിസ്കാരത്തിന് അശ്രദ്ധമാക്കും, നിസ്കാരത്തിന് കുഴപ്പം. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ അറിയില്ല കേട്ടോ, ആരും മനഃപൂർവ്വം ചെയ്യൂല, അശ്രദ്ധമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കസേരയിൽ ഇരുന്ന് അടുത്തടുത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ നിസ്കരിക്കുന്ന ആളിനും ആ ശബ്ദം കേൾക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അത് വലിയ ശിക്ഷയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് ദുനിയാവിന്റെ ഒരു വാക്ക് സംസാരിച്ചാൽ എന്താണ് അതുകൊണ്ടുള്ള നഷ്ടം? നമ്മൾ കേട്ടിട്ടില്ലേ? പല പള്ളികളിലെയും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, പള്ളികളുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, പള്ളിയിൽ ദുനിയവിയായ സംസാരം. പള്ളി എന്ന് പറഞ്ഞാൽ വലിയ ഹുർമത്തുള്ള സ്ഥലമാണ്, വലിയ ബഹുമാനിക്കേണ്ട സ്ഥലമാണ് പള്ളി. ചെറിയ കാര്യമല്ല. നമ്മളെപ്പോഴും വന്നു കയറി പോകുന്നു എന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്ന് പള്ളിയോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോകാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയുന്നത് വലിയ ബഹുമാനിക്കേണ്ട കാര്യമാണ്. ഒരാള് പള്ളിക്കകത്ത് നിന്നുകൊണ്ട് ദുനിയാവിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ അവന്റെ 40 വർഷത്തെ അമല് പൊളിഞ്ഞു പോകുമെന്നാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പള്ളിയോടുള്ള ബഹുമാനം നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. അത് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ പള്ളിയിലേക്ക് എപ്പോ കയറിയാലും നമ്മൾ സൂക്ഷ്മത, കാല് കഴുകി കയറലാണ്. കാല് കഴുകി കയറണം. ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, ഞാനായാലും നിങ്ങളായാലും ആരായാലും പള്ളിയിൽ. കാരണം നമ്മൾ നടന്നു വരുമ്പോൾ നജസ് അല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പൊടി നമ്മളെ കാലില് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഉളൂ ചെയ്തിട്ടാണ് വരുന്നത്, നല്ലപോലെ കാല് കഴുകിയിട്ടാണ് വരുന്നത് എങ്കിൽ പോലും പള്ളിയോടുള്ളൊരു ബഹുമാനത്തിന് എന്ത് ചെയ്യാം? നമ്മൾ കാല് കഴുകിക്കൊണ്ട് തന്നെ പള്ളിയിലേക്ക് കയറണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു, നമ്മളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോകുന്ന ഇതുപോലുള്ള ഒരുപാട് കുറവുകളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ വുളൂ ചെയ്യുമ്പോൾ ഈ മുഖം കഴുകുന്ന കാര്യം പറഞ്ഞത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ താടിയിൽ നനഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തിങ്ങിയ താടിയുള്ള ഒരാളാണെങ്കിൽ ആ തെങ്ങിയ താടിയുടെ ഉള്ളിലുള്ള രോമം കഴിച്ചിട്ട് തൊലി നനയണമെന്നില്ല. പക്ഷെ നേർത്ത താടിയാണെങ്കിൽ ആ താടിയുടെ ഉള്ളിലുള്ള എന്ത് ചെയ്യണം? തൊലിയും നനയണം. അപ്പൊ അൻസാരിക്കയുടെ താടിയാണെങ്കിൽ ഉള്ളിലുള്ള തൊലി നനയല് നിർബന്ധം ഇല്ല. പക്ഷെ ഇടകോർത്ത് കഴുകല് സുന്നത്തുണ്ട്. അല്ല, നേർത്ത താടി, ചെറിയ കുറ്റിത്താടി, പേരിന് വേണ്ടി താടി വെക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? രോമത്തിന്റെ ഉള്ളിലുള്ള ആ തൊലിയും നനഞ്ഞിരിക്കൽ നിർബന്ധമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ രണ്ടാമത്തെ ഫർള് മുഖം കഴുകലാണ്. മൂന്നാമത്തത് ഗുസ്ലുൽ യദൈനി മഅൽ മിർഫഖൈൻ, 2 കൈ മുട്ടുൾപ്പെടെ കഴുകുക. നമ്മളെ മുൻകൈ കഴുകുന്നത് സുന്നത്താണ്. പക്ഷെ മുൻകൈ ആദ്യമേ കഴുകിയിരുന്നാലും അടുത്തത് നമ്മൾ കൈ കഴുകുമ്പോഴും മുൻകൈയുടെ മുഴുവൻ ഭാഗവും നനഞ്ഞിരിക്കണം.
മുട്ടുൾപ്പെടെ നനഞ്ഞിരിക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇങ്ങനെ വെച്ചിട്ടാണ് കൈ കഴുകുന്നതെങ്കിൽ, പൈപ്പിലേക്ക് ഇങ്ങനെ നമ്മൾ വെക്കുന്നതാണെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, മറുഭാഗം നനയില്ല. മറുഭാഗം മുട്ടിന്റെ ഒരു അല്പഭാഗമെങ്കിലും നനയാതെ പോയാൽ ഒന്നു ശരിയാവൂല, അല്ലെ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നു ചെയ്തിട്ട് കയറിയിട്ട് നോക്കണം, ഇങ്ങനെ തിരിച്ചു നോക്കണം. അതിനുവേണ്ടിയാണ്, ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണം, തണ്ടം കൈ കഴുകല്, ഇവിടം വരെ കൈ കഴുകല്, മുട്ടും കഴിഞ്ഞിട്ട് മുകളിലേക്ക് കഴുകല് സുന്നത്താ. കാരണം ആ ഫർലായ കാര്യം ഉറപ്പായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മുകൾ ഭാഗത്തേക്ക് കഴുകല് സുന്നത്താണ്. രണ്ട് കൈയും അങ്ങനെ മുട്ടുൾപ്പെടെ കഴുകുക. ചുളുങ്ങിയ ഭാഗമാണെങ്കിൽ, മുട്ടിന്റെ ഭാഗത്ത് തൊലി ചുളുങ്ങിയിരിക്കുന്നെങ്കിൽ അതും സൂക്ഷിച്ചു കഴുകണം. അവിടെ വെള്ളം ചേർന്നിട്ടില്ല എങ്കിൽ ഒന്നും ശരിയാവൂല. മൂന്നാമത്തെ ഫർള്. നാലാമത്തെ ഫർള് തലയിൽ നിന്ന് അല്പം തടവുക. തലയിൽ നിന്ന് അല്പം തടവുക എന്ന് പറഞ്ഞാല്, നമ്മുടെ ഷാഫി മദ്ഹബിലാണ് തലയിൽ നിന്ന് രോമത്തിന്റെ ഭാഗം, രോമം മുളയ്ക്കുന്ന ഭാഗം, രോമമില്ലെങ്കിലും കുഴപ്പമില്ല, രോമം മുളയ്ക്കുന്ന ഭാഗത്തുനിന്ന് ഒരല്പം തടകൾ. അവിടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ചിലരുടെ അഭിപ്രായം നെറുകയുടെ ഭാഗം, ഉച്ചയുടെ ഭാഗം വരെയെങ്കിലും തടവണമെന്നാണ്. കാരണം ഹനഫി മദ്ഹബ് പ്രകാരം തലയുടെ 1/4 തടവിയാലേ ഫർള് ശരിയാവുള്ളൂ. ഹനഫി മദ്ഹബിലുള്ളവരൊക്കെ ചിലപ്പോൾ കണ്ടു, അവർ മിക്കവാറും തല കൂടുതൽ തടവുന്നവരായിരിക്കും, ഇങ്ങനെ കൊണ്ട് നിർത്തൂല, അവരിങ്ങനെ കൂടുതൽ തടവലായിരിക്കും. അപ്പൊ നമുക്കും സൂക്ഷ്മത, സുന്നത്തെന്നല്ല, സുന്നത്ത് തല മുഴുവനും തടവലാണ് അപ്പൊ നമുക്ക് പറയാം. പക്ഷെ സൂക്ഷ്മത 1/4 ഇങ്ങനെ പെട്ടെന്ന് തൊട്ടു പോകലല്ല, 1/4 നമ്മൾ തല തടവിയിരിക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഫർള് 2 കാല് ഞെരിയാണി സഹിതം കഴുകുക. അവിടെ നമ്മൾ സാധാരണ നമ്മൾ ഇത് കഴുകുമ്പോൾ കാലിന്റെ മുൻഭാഗമാണ് നമ്മൾ ടാപ്പിലേക്ക് കാണിക്കുന്നത്, അല്ലെ? നടുവിനൊക്കെ പ്രശ്നമുണ്ട്, കുനിയാനും പാടാം. അപ്പം കാണിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എന്ത് സംഭവിക്കും, പിറകു ഭാഗം നനയില്ല. സ്ഥിരം വുളു ചെയ്യുന്നവരുടെ അവസ്ഥ പലപ്പോഴും പലരും നമ്മൾ കണ്ടിട്ടുള്ളതാ. ശ്രദ്ധിച്ചുകൊണ്ട് കാല് തിരിച്ച് കാലിന്റെ ഉപ്പിറ്റിയുടെ ഭാഗം പൈപ്പിലേക്ക് കാണിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചാലല്ലാതെ ആ ഭാഗം നനയില്ല. അപ്പൊ പിന്നെ എളുപ്പത്തിൽ വുളു ചെയ്താൽ വുളു ശരിയാവില്ല. ഇതാണ് അഞ്ചാമത്തെ ഫർള്. ആറാമത്തെ ഫർള് തർത്തീബ്. ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് തർത്തീബായിട്ടാണ്. ആദ്യം മുഖം കഴുകുക, ഫവഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും വംസഹു ബിറുഊസിക്കും ഇലൽ വഗ്സിലു അർജുലക്കും ഇലൽ കഅബൈൻ. ഇങ്ങനെ തർത്തീബായിട്ട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് തർത്തീബായിട്ട് തന്നെ ഇത് ചെയ്യുകയും വേണം. ഈ 6 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ വുളൂ സഹിയായി. ഈ 6 കാര്യങ്ങൾ മുഖം കഴുകേണ്ട രൂപത്തിൽ കഴുകി, അത് കോർത്ത് കഴുകുന്ന കാര്യം പറയുമ്പോഴേക്കും അത് പറയും, കൈകാലുകളുടെ വിരലുകൾ കോർത്ത് കഴുകുക എന്ന് സുന്നത്താണല്ലോ, അത് പറയുമ്പോഴേക്കും ആ വിഷയം പറയും. അപ്പൊ ഈ 6 ഫർളുകൾ സഹിഹായിട്ട് നേരെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ വുളൂ സഹിയായി. ഇനി വുളൂ പൂർണ്ണമാകണമെങ്കിൽ ഇതിനോടൊപ്പം എല്ലാ സുന്നത്തുകളും കൂടിച്ചേരണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, മുൻകൈ കഴുകുന്നത്, അല്ലെ? മുൻകൈ കഴുകിയാൽ മാത്രം പോരാ, മുൻകൈ കഴുകുന്നതിന് മുമ്പ് സുന്നത്തായ കാര്യങ്ങളുണ്ട്. വുളൂ നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യുന്ന പറയുന്നത് നാളെ പരലോകത്ത് കൈകാലുകളും മുഖവും പ്രകാശിക്കുന്നവരായിട്ട് വിളിക്കപ്പെടുമെന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു വിളിക്കപ്പെടുന്നത് നമ്മൾ പെടണമെങ്കിൽ സുന്നത്തുകൾ പൂർത്തിയാക്കണം. അതുപോലെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ആ അവയവങ്ങൾ കൊണ്ട് അവനിൽ വന്നുപോയ തെറ്റുകളും ചെറിയ പാപങ്ങളും അല്ലാഹു തആല ആ വെള്ളത്തോടൊപ്പം മായ്ച്ചു കളയുമെന്ന് പറയുന്നുണ്ട് ഹദീസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വുളൂ ചെയ്ത് പൂർണ്ണമായി ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെടുന്നതാണ്. തുഫ്തലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, 8 വാതിലുകളും തുറക്കപ്പെടുന്നതാണെന്ന് പറയുന്നുണ്ട്. ഈ പ്രതിഫലം എല്ലാം ലഭിക്കണമെങ്കിൽ നമ്മുടെ വുളൂ പൂർണ്ണമായിരിക്കണം. വുളൂ പൂർണ്ണമാകണമെങ്കിൽ വുളൂഇൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തുകൾ മുഴുവനും നമ്മൾ നിർവഹിച്ചിരിക്കണം. അതിനാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മുൻകൈ കഴുകുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന്, അവിടെ ഒരു നീയത്തുണ്ട്. കാരണം ഫർളായ നീയത്ത് ചെയ്യുന്ന എപ്പോഴാണ്, മുഖം കഴുകുമ്പോഴാണ്. അവിടം വരെയുള്ള ഈ കൈ കഴുകലും വാ കഴുകലും പല്ല് തേക്കലൊക്കെ ഉണ്ട്. ഇത് നമുക്ക് വുളൂഇൽ പെട്ടതാകണമെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു സാധാരണ ചെയ്യുന്ന കാര്യവും ഇബാദത്തായി മാറണമെങ്കിൽ അവിടെ എന്ത് വേണം, നീയത്ത് വേണം. അപ്പൊ നമ്മൾ ആദ്യം മുൻകൈ കഴുകുന്നതും വാ കഴുകുന്നതും പല്ല് തേക്കുന്നതൊക്കെ ഇബാദത്താകണമെങ്കിൽ, വുളൂഇൽ പെട്ടതാകണമെങ്കിൽ മുൻകൈ കഴുകുമ്പോൾ ഒരു നീയത്ത് വേണം. വുളൂവിന്റെ ഫർളിനെ വീഴുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം വുളൂവിന്റെ ഫർള് എവിടെ തുടങ്ങുന്നുള്ളൂ,
മുഖം കഴുകുന്നതിൽ തുടങ്ങുന്നുള്ളൂ. അപ്പൊ മുൻകൈ കഴിയുമ്പോൾ എന്താ പറയാ? ഉളൂവിന്റെ സുന്നത്തിനെ ഞാൻ വീടുന്നു എന്ന് എഴുതണം. മുൻകൈ കഴിയുമ്പോഴും ഈ നീയത്ത് ചെയ്യണം. ഇത് മനസ്സിൽ, മുഖം കഴുകുന്നത് വരെ ഈ മനസ്സിൽ ഈ നീയത്ത് ഉണ്ടാകണമെന്നാണ്. കാരണം മുൻകൈ കഴുകിയിട്ട് പിന്നെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്, വാ കുപ്പിളിക്കൽ സുന്നത്തുണ്ട്, മൂക്കിൽ വെള്ളം ചീറ്റൽ സുന്നത്തുണ്ട്. ഇപ്പോഴൊക്കെ അവന്റെ നീയത്ത് എന്തായിരിക്കണം? ഉളൂവിന്റെ സുന്നത്തിനെ ഞാൻ വിടുന്നു. അപ്പൊ തുടക്കത്തില് ഉളൂവിന്റെ ആരംഭം സുന്നത്ത് ഈ നീയത്താണ്. ഉളൂവിന്റെ സുന്നത്തിനെ ഞാൻ വിടുന്നു എന്ന് കരുതിക്കൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ 2 ഷഹാദത്തുകളും ചൊല്ലണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എന്നിട്ട് അവിടെ ഒരു ദുആയുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. ഇത്രയും പറഞ്ഞുകൊണ്ടായിരിക്കണം മുൻകൈ കഴുകാൻ തുടങ്ങേണ്ടത്. ഇവിടെ നീയത്ത് മുൻകൈ കഴുകി തുടങ്ങുമ്പോൾ നീയത്ത് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ ഔദും ബിസ്മിയും ഷഹാദത്ത് കലിമയും ദുആയും മുൻകൈ കഴുകുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞങ്ങ് തീർക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത്, അല്ലേ? ഒന്നാമത് തുടക്കത്തിൽ നീയത്ത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഉളൂവിന്റെ സുന്നത്തിനെ വിടുന്നത് കരുതണം. അഊദും ബിസ്മിയും ചൊല്ലണം. ബിസ്മില്ലാ എന്ന് പറഞ്ഞാലും ആ സുന്നത്ത് കിട്ടും. പിന്നെ പരിപൂർണമാകാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക, ഷഹാദത്ത് കലിമ. പിന്നെ സുന്നത്തായ ഒരു കാര്യമാണ് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. ഈ ഞാൻ വുളൂ ചെയ്യുന്ന വെള്ളത്തെ ശുദ്ധമാക്കി തന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. മുൻകൈ കഴുകുമ്പോൾ നമ്മൾ വിരലുകൾ ഇടകോർത്ത് കഴുകി ആ മുൻകൈയിൽ എന്തെങ്കിലുമൊക്കെ നജസുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിച്ച് നീക്കം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സുന്നത്തായ കാര്യമാണ് മിസ്വാക്ക്. സാധാരണ വുളൂ ചെയ്യുന്നതിന് മുമ്പാണല്ലേ, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പാണ് മിസ്വാക്ക് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ ആ മിസ്വാക്ക് ഏതിൽ പെടൂല? വുളൂവിന്റെ സുന്നത്തിൽ പെടൂല. വുളൂവിന്റെ സുന്നത്തിൽ പെടണമെങ്കിൽ മുൻകൈ നിയ്യത്തോടുകൂടി മുൻകൈ കഴുകിയതിന് ശേഷമായിരിക്കണം നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ടത്.